എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കേരള ഹൈക്കോടതിയിൽ 45 അസിസ്റ്റന്റ് ഒഴിവിൽ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഏപ്രിൽ 3 അതായത് ഇന്നു മുതൽ മെയ് 2 വരെ അപേക്ഷിക്കാം. അപ്പോൾ നമുക്ക് ആ പോസ്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. രണ്ട് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് റിക്രൂട്ട്മെന്റ് നമ്പർ 4/2024, അതായത് ഒഴിവുകളുടെ എണ്ണം 4, അത് ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. റിക്രൂട്ട്മെന്റ് നമ്പർ 5/2024 ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 41 ഒഴിവുകൾ നിലവിലുണ്ട്. അതിൻ്റെ തന്നെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. അതുപോലെ തന്നെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. 50% മാർക്കോടെ ബിരുദം. പട്ടിക വിഭാഗക്കാർക്ക് മാർക്ക് പരിധി ബാധകമല്ല. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത്? 50% മാർക്കോടെ ബിരുദം, അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ നിയമബിരുദം, കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് പരിജ്ഞാനം, അഫിലേഷണീയം എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഡിഗ്രി 50% ഡിഗ്രി, പട്ടിക വിഭാഗക്കാർക്ക് ഡിഗ്രി 50% മാർക്ക് വേണമെന്നില്ല, ഡിഗ്രി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ നിയമബിരുദം, ഇത്രയും വേണം നമ്മുടെ ക്വാളിഫിക്കേഷൻ. സാലറി റേഞ്ച് വരുന്നത് 39,300 മുതൽ 83,000 രൂപ വരെയാണ് സാലറി റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് അപ് ടു 36 ആണ്. 36 വയസ്സ് വരെ പറ്റും. ജനറൽ കാറ്റഗറിക്ക്, OBCക്കും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് അതിൻ്റെതായ റിലാക്സേഷനും ഉണ്ട്. അപ്പം ഏജ് ലിമിറ്റ് അപ് ടു 36. സംവരണ വിഭാഗങ്ങൾക്ക് റിലാക്സേഷനും ഉണ്ട്. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ മുഖേന, അതായത് ജനറൽ ഇംഗ്ലീഷ്, GK, ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 3 വിഭാഗങ്ങളുമായി 75 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും. 100 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ടാകും. നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടാകും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് 60 മാർക്കിൻ്റെ ആവും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. അതുപോലെ ഇൻ്റർവ്യൂ 10 മാർക്കിൻ്റേത് പോകും. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ 40% മാർക്കും, ഇപ്പോൾ ഓർത്ത് വെച്ചാണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ 40% മാർക്കും ഇൻ്റർവ്യൂവിന് 35% മാർക്കും നേടുന്നവരെ ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. പരീക്ഷാ മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ക്ലിയർ ആയ, പരീക്ഷാ മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം ഇതിന് നമ്മുടെ PSC പോലെ ഫ്രീ ആയിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. 500 രൂപ. ഈ പട്ടിക വിഭാഗക്കാർക്കും തൊഴിൽ രഹിതരായ ഭിന്നശേഷിക്കാർക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ എങ്ങനെയാണ്? 500 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ പട്ടിക വിഭാഗക്കാർക്കും തൊഴിൽ രഹിതരായ ഭിന്നശേഷിക്കാർക്കും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഓൺലൈനായും സിസ്റ്റം ജനറേറ്റഡായും ഫീസും അടയ്ക്കാം എന്നാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അപേക്ഷാ തീയതി വിവരങ്ങൾ: ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ദ ഓൺലൈൻ മോഡ് 3/4/2024, അതായത് ഇന്ന്. ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓൺലൈൻ മോഡ് 2/5/2024. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് 6/5/2024. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് 10/5/2024. അപ്പം ഇതൊക്കെയാണ് ഡേറ്റ്സ് വരുന്നത്. അപ്പം ഇന്ന് മുതൽ മെയ് 2 വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റ് അല്ല, ഹൈക്കോർട്ടിൻ്റെ വെബ്സൈറ്റാണ്. www.hckrecruitment.com. അതുപോലെ തന്നെ keralacourts.in ആണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. ആ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ളൊരു പോസ്റ്റാണ്. നല്ല സാലറി റേഞ്ചും കാര്യങ്ങളും എല്ലാം ഉള്ള പോസ്റ്റാണ്. അപ്പം ഇന്ന് മുതൽ നമുക്ക് അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 50% മാർക്കും, അതുപോലെ തന്നെ ഡിഗ്രി 50% ഓർ PG ഓർ നിയമബിരുദം എന്നാണ് പറയുന്നത്. അതിൻ്റെ നമ്മുടെ സൈറ്റിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ താഴെ തന്നിട്ടുണ്ട്. www.hckrecruitment.com. അതുപോലെ തന്നെ keralacourts.in കയറിയാൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങളും അപേക്ഷ ഡീറ്റെയിൽസും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ആരെങ്കിലും അപേക്ഷിക്കാൻ ഡിഗ്രി പാസ്സായിട്ടൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം അപേക്ഷിക്കാവുന്നതാണ്. നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് കേരള PSC ഇതുപോലുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്തി വെക്കുക.